ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന്റെ യാത്രാബത്ത ഉയർത്താൻ ശുപാർശ. പ്രതിവർഷ തുക 11.31 ലക്ഷം രൂപ ആക്കാനാണ് ശുപാർശ. ഇന്നലെ നടന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലാണ് ആവശ്യം ഉയർന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ വച്ചിരുന്നു. ഷഫീദ്, സർക്കാരിന്റെ പക്കൽ പണമില്ല എന്ന് ചില കാര്യങ്ങൾക്ക് പറയുകയും എന്നാൽ കെ വി തോമസിനെ പോലെയുള്ളവരുടെ യാത്രാബത്തൊക്കെ ഉയർത്താൻ സർക്കാരിന് പണമുണ്ട് എന്നുള്ള സന്ദേശമല്ലേ നൽകുന്നത്? ചോദിക്കുന്നത് പോലെ സർക്കാരിന്റെ പ്രയോറിറ്റി എന്ത് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് കെ വി തോമസിന്റെ യാത്രാബത്ത കുത്തനെ ഉയർത്താനുള്ള ആവശ്യകത? ഷഫീദ്, ആവശ്യകത വിചിത്രവുമാണ്. മാത്രവുമല്ല, ഈ വാർത്ത കെ വി തോമസിന്റെ യാത്രാബത്ത ഉയർത്താനുള്ള വാർത്ത ഇന്ന് ഈ സമരപ്പന്തലിൽ ആശാവർക്കർമാരുടെ സമരത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതിനും ഒരു പ്രസക്തിയുണ്ട്. അതല്ലെങ്കിൽ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ, അതായത് കെ വി തോമസിനും PSC അംഗങ്ങളുടെയും ഒക്കെ ശമ്പള വർധനവ് കൂട്ടിയ കാര്യത്തിൽ കോവിഡ് കാലത്തൊക്കെ നമ്മളോട് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അത്രയധികം അടുത്തിടപെട്ട ആശാവർക്കർമാരുടെ അവരുടെ ഒരു അഭിപ്രായം ചോദിച്ചിട്ട് ഹാഷ്മി വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ഇന്നലെ PSC അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടി, ഇന്ന് കെ വി തോമസിന്റെ യാത്രാബത്ത കൂട്ടി. നിങ്ങളൊരു സാധാരണ ആളാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ? 100% അനീതിയാണ് കാണിച്ചിരിക്കുന്നത്. ഈ പാവപ്പെട്ടവന്റെ അത്താഴക്കരം മുടക്കിയിട്ടാണ് കൊടുക്കുന്നത്. അവർ AC യിലിരുന്ന് സൂഹിക്കുന്നവരാ, ഞങ്ങള് അത്താഴക്കരവാ മുടക്കുന്നത്. സാറൊന്ന് ആലോചിച്ച്, ഞങ്ങൾക്ക് മക്കളില്ലേ സാറേ? മോന്റെ പ്രായമുള്ള മക്കൾ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ തറ വിളക്കുമ്പോ ഉടുത്തൊരുങ്ങി ഈ തുണി കഴുകണ ആണുങ്ങൾ സോപ്പ് മേടിച്ചു തരണം ഞങ്ങൾക്ക്. അല്ലാതെ ഞങ്ങൾക്ക് മാസത്തെ ഇത് കിട്ടുന്നത് മേടിച്ച് തുണി കഴുകാനൊക്കത്തില്ല. ഞങ്ങൾക്ക് അസുഖം വന്ന 5 രൂപ ഇല്ല, ഞങ്ങൾക്ക് OP ടിക്കറ്റ് തരത്തില്ല. അങ്ങ് ഈ കോവിഡ് സമയത്തും ഈ ഇപ്പൊ നടന്ന പ്രളയത്തിനും ഇതിനെല്ലാം നിന്ന് ആശമാരെ ചവിട്ടി തേച്ചിട്ട് ഈ PSC ഉദ്യോഗസ്ഥർക്കും KP തോമസിനും ഒക്കെ ശമ്പളം കൂട്ടിയത് ഏതർത്ഥത്തിലാ സാറ്? ഇതാണ് ഹാഷ്മി സാധാരണക്കാരോട്, അതല്ലെങ്കിൽ ഈ വാർത്ത കേൾക്കുന്ന, ഈ വിവരം അറിയുന്ന സാധാരണക്കാർക്ക്, തെരുവിൽ സമരം ചെയ്യുന്ന സാധാരണ മലയാളിക്ക് പറയാനുള്ള കാര്യം. ഏതായാലും കെ വി തോമസിന്റെ യാത്രാബത്ത ഉയർത്തിയിരിക്കുന്നു. ഇന്നലെ PSC അംഗങ്ങളുടെയും ചെയർമാന്റെയും ഒക്കെ ശമ്പളം കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധം ആ നീക്കങ്ങളോട് സംസ്ഥാന സർക്കാരിനുണ്ട്. ഏതായാലും പ്രതിവർഷ തുക 11.31 ലക്ഷം ആക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ. പൊതുഭരണ വകുപ്പാണ് ആ ശുപാർശ ധനവകുപ്പിന് നൽകിയിട്ടുള്ളത്. പ്രതിവർഷം നേരത്തെ അനുവദിച്ച തുക 5 ലക്ഷമായിരുന്നു. എന്നാൽ ചെലവാകുന്ന തുക 6.31 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് വീണ്ടും ആ യാത്രാബത്ത കൂട്ടണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ നടന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലാണ് കെ വി തോമസിന്റെ TA കൂട്ടണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. യോഗ തീരുമാനങ്ങൾ ധനവകുപ്പിനെ അറിയിച്ച് ധനവകുപ്പ് അതിന്മേൽ ഫണ്ട് അനുവദിക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ആ നീക്കങ്ങൾക്കെതിരെ ഉണ്ടായ സാധാരണമായിട്ടുള്ള ഒരു ജനരോഷം നമ്മൾ അല്പസമയം മുൻപ് കണ്ടു. സമരക്കാരെയും തെരുവിൽ ഈ സാധാരണ മനുഷ്യരും ഒക്കെ പരിഗണിക്കാതെ എന്തിനാണ് ഇങ്ങനെ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ഇത്തരം കാര്യങ്ങൾക്ക്, സമരങ്ങൾക്ക് മുമ്പിൽ സർക്കാർ ന്യായീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവരുടെ ശമ്പളമൊക്കെ ഇങ്ങനെ കൂട്ടുന്നു എന്നുള്ള ചോദ്യം അത് സ്വാഭാവികമായും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഹാഷ്മി, ഷഫീദ് റാവുത്തറാണ് സമരപ്പന്തലിൽ നിന്ന് കെ വി തോമസിന്റെ യാത്രാബത്ത വർധനവിന്റെ ആ വിവരങ്ങൾ നൽകിയത്. ഞങ്ങളുടെ അത്താഴക്കര മുടക്കിയിട്ടാണ് AC ഇരിക്കുന്ന ആളുകളുടെ യാത്രാബത്ത കൂട്ടുന്നത് എന്നൊരു ചേച്ചി, ഒരു അമ്മ പറയുന്നുണ്ടായിരുന്നു. അത് അവരുടെ ധാർമ്മിക രോഷമാണ്. എന്തായാലും എന്താണ് സർക്കാരിന്റെ പ്രയോറിറ്റി എന്ന ചോദ്യം പിന്നെയും മുഴക്കത്തിൽ കേൾക്കുന്ന ചില ദിവസങ്ങൾ കൂടിയാണ്.